ഹായ് സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് ഡിസ്പ്ലേസ്മെൻറ്റ് തിക്നെസ് ആയിരുന്നു. ഡിസ്പ്ലേസ്മെൻറ്റ് തിക്നെസ്സിനെ ഡിനോട്ട് ചെയ്യുന്നത് ഡെൽറ്റ സ്റ്റാർ എന്നായിരുന്നു അല്ലേ. അപ്പോൾ അതോടൊപ്പം തന്നെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ് ഡിസ്പ്ലേസ്മെൻറ്റ് തിക്നെസ്സിൻ്റെ കൂടെ തന്നെ നമുക്ക് മൊമെൻറ്റം തിക്നെസ്സും എനർജി തിക്നെസ്സും കൂടി നോക്കേണ്ടതുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് മൊമെൻറ്റം തിക്നെസ്സാണ്. ഓക്കെ, നമുക്ക് മൊമെൻറ്റം തിക്നെസ് എന്ന് പറഞ്ഞാൽ അതിന് ഡിനോട്ട് ചെയ്യുന്നത് തീറ്റ എന്നാണ്. മൊമെൻറ്റം തിക്നെസ് എന്ന് പറയുന്നതിൽ ഇപ്പോൾ ഇങ്ങനെ 3 ഇത് കാണിച്ചിട്ടുണ്ട്. ഇതിലിപ്പോൾ നമുക്ക് ഈ സെൻറ്റർ വണ്ണുള്ള ഡെഫിനിഷൻ, ഏത് ഡെഫിനിഷൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നമുക്ക് ഈ സെൻറ്റർ വൺ മതി, അതാ കുറച്ച് ഈസി ആയിട്ടുള്ളത്. എന്താണ് മൊമെൻറ്റം തിക്നെസ് എന്ന് പറയാം. മൊമെൻറ്റം തിക്നെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് തിക്നെസ് എന്തായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. ബൗണ്ടറി ലെയറിൻ്റെ ഫോർമേഷൻ്റെ ഭാഗമായിട്ട് അവിടെയുള്ള മാസ് റേറ്റ് ഓഫ് ഫ്ലോ അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഫ്ലോൻ്റെ റിഡക്ഷനെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് സോളിഡ് ബൗണ്ടറി ഷിഫ്റ്റ് ചെയ്യുകയാണ് അല്ലേ. ആ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ നിന്ന് എടുക്കുന്ന വെർട്ടിക്കൽ ഡിസ്റ്റൻസ് തന്നെയാണ് എന്തെന്ന് പറയുന്നത്, ഡിസ്പ്ലേസ്മെൻറ്റ് തിക്നെസ് എന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ മൊമെൻറ്റം തിക്നെസ്സിൽ പറയുന്നത് ഡിസ്റ്റൻസ് മെഷേർഡ് പെർപെൻഡിക്കുലർ ടു ദ സോളിഡ് ബൗണ്ടറി സർഫസ് ബൈ വിച്ച് ദ ബൗണ്ടറി സർഫസ് ഈസ് ഷിഫ്റ്റഡ് ഓർ ഡിസ്പ്ലേസ്ഡ് ടു കോമ്പൻസേറ്റ് ദ റിഡക്ഷൻ ഇൻ മൊമെൻറ്റം ഓഫ് ദ ഫ്ലോയിങ് ഫ്ലൂയിഡ് ഓൺ അക്കൗണ്ട് ഓഫ് ബൗണ്ടറി ലെയർ ഫോർമേഷൻ. ബൗണ്ടറി ലെയർ ഫോർമേഷൻ്റെ ഭാഗമായിട്ട് അവിടെ ഉണ്ടായിരുന്ന മൊമെൻറ്റത്തിൻ്റെ റിഡക്ഷനെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ സോളിഡ് സർഫസ് അല്ലെങ്കിൽ സോളിഡ് ബോഡി ബൗണ്ടറി സർഫസ് ഷിഫ്റ്റ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ് ചെയ്യുകയാണ്. ഓക്കെ, അതിനെയാണ് എന്തെന്ന് പറയുന്നത്, മൊമെൻറ്റം തിക്നെസ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഓക്കെ, അതാണ് മൊമെൻറ്റം തിക്നെസ്. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് തീറ്റ എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡയഗ്രത്തിൽ കാണിക്കുമ്പോൾ നമ്മൾ ഡയഗ്രാം എല്ലാം സെയിം തന്നെയാണ് നോക്കുക. അവിടെ എക്സ്പ്രഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്ത ഡയഗ്രാം സെയിം തന്നെയാണ്. ഇത് ബൗണ്ടറി ലെയർ ഫോം ചെയ്തിട്ടുണ്ട്. ഇത് നമ്മളൊരു ഫ്ലാറ്റ് പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇത് ലീഡിങ് എഡ്ജ് ആണ്. ഇവിടെ നിന്ന് ബൗണ്ടറി ലെയർ ഫോം ചെയ്തു. ഡെൽറ്റ നമ്മളെ ബൗണ്ടറി ലെയർ തിക്നെസ് ആണ്. ദെൻ ഇതിലിപ്പോൾ മൊമെൻറ്റം തിക്നെസ് ഈ ഒരു ഏരിയ ആണല്ലോ നമ്മൾ റിഡക്ഷൻ എന്ന് പറയണത് അല്ലേ. റിഡക്ഷനെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് ബൗണ്ടറി ഷിഫ്റ്റ് ചെയ്തതായിട്ട് നമ്മൾ കാണിച്ചിരിക്കുന്ന ഡയഗ്രാമാണിത്. അപ്പോൾ ഈ ഒരു ഹൈറ്റാണ് നമ്മൾ മൊമെൻറ്റം തിക്നെസ് എന്ന് പറയുന്നത്. ദിസ് ഈസ് തീറ്റ. അപ്പോൾ ഇവിടെയാണ് ഈ ബൗണ്ടറി സർഫസിലുള്ളത്, ടോപ്പ് സർഫസിലുള്ള വെലോസിറ്റി. ഇവിടെയുള്ള വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഫ്രീ സ്ട്രീം വെലോസിറ്റി തന്നെയായിരിക്കും, യു ആയിരിക്കും. ഇവിടെ നമ്മൾ ആസ് യൂഷ്വൽ ഇവിടെ വെലോസിറ്റി പ്രൊഫൈൽ വരയ്ക്കും. ഇവിടെ സ്ട്രിപ്പ് അസ്യൂം ചെയ്യും. dy തിക്നെസ് സ്ട്രിപ്പിൻ്റെ യു എന്ന് പറയുന്നത്, സ്ട്രിപ്പിലൂടെ വെലോസിറ്റി, ഇതിൻ്റെ വിഡ്ത്ത് ബി എന്നെല്ലാം നമ്മൾ കൺസിഡർ ചെയ്യും. ഇതിപ്പോൾ കഴിഞ്ഞ ഡിസ്പ്ലേസ്മെൻറ്റ് തിക്നെസ്സിൽ പറഞ്ഞതേ കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, നമ്മൾ അവിടെ എങ്ങനെയാണോ ചെയ്തത്, ഡെറൈവ് ചെയ്ത മെത്തേഡ് എന്താണോ അതേ മെത്തേഡ് തന്നെയാണ് ഇതിൽ ഫോളോ ചെയ്യുന്നത്. അതൊന്ന് ഓർത്ത് വയ്ക്കുക. ഓൺലി ഡിഫറൻസ് ഈസ് ദാറ്റ് എന്താണ്, ഡിസ്പ്ലേസ്മെൻറ്റ് തിക്നെസ്സിൽ റേറ്റ് ഓഫ് ഫ്ലോൻ്റെ റിഡക്ഷനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബൗണ്ടറി ഡിസ്പ്ലേസ് ചെയ്യുകയായിരുന്നു ചെയ്തത്. ഇവിടെ മൊമെൻറ്റത്തിൻ്റെ ബൗണ്ടറി ലെയറിൻ്റെ ഫോർമേഷൻ്റെ ഭാഗമായിട്ട് മൊമെൻറ്റത്തിൽ വന്ന് റിഡക്ഷനെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് ബൗണ്ടറി ഡിസ്പ്ലേസ് ചെയ്യണോ അല്ലെങ്കിൽ ഷിഫ്റ്റ് ചെയ്യണം. അതിനാണ് മൊമെൻറ്റം തിക്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സ്പ്രഷനിലേക്ക് കടക്കാം. ആസ് യൂഷ്വൽ പറഞ്ഞ പോലെ തന്നെ ഒരു എലമെൻ്റൽ സ്ട്രിപ്പ് നമ്മൾ കൺസിഡർ ചെയ്യണം അറ്റ് എ ഡിസ്റ്റൻസ് y ഫ്രം ദ പ്ലേറ്റ് സർഫസ്. ഈ പ്ലേറ്റ് സർഫസിൽ നിന്ന് y ഡിസ്റ്റൻസിൽ ഒരു സ്ട്രിപ്പ് അസ്യൂം ചെയ്തു. ആ സ്ട്രിപ്പിൻ്റെ തിക്നെസ് dy എന്ന് കൺസിഡർ ചെയ്തിട്ടുണ്ട്. സ്ട്രിപ്പിൻ്റെ വിഡ്ത്ത് b എന്ന് എടുത്തിട്ടുണ്ട്. സ്ട്രിപ്പിലൂടെയുള്ള വെലോസിറ്റി യു എന്ന് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഡെൽറ്റ എന്ന് പറയുന്നത് ബൗണ്ടറി ലെയർ തിക്നെസ് ആണെന്ന് എടുത്തിട്ടുണ്ട്. ലീഡിങ് എഡ്ജിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസിൽ ലീഡിങ് എഡ്ജിൽ ഇവിടെ നിന്നാണ് ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ബൗണ്ടറി ലെയർ തിക്നെസ്, അതായത് വെർട്ടിക്കൽ പ്ലേറ്റ് മുതൽ ബൗണ്ടറി ലെയർ വരെയുള്ള ഡിസ്റ്റൻസാണ് ഡെൽറ്റ. അതിനെ നമ്മൾ ഇവിടെ നെയിം ചെയ്തിട്ടുണ്ട്, എ ബി സി എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബി സി ഈക്വൽ ടു ആണ് ഇവിടെ ബൗണ്ടറി ലെയർ തിക്നെസ് ഡെൽറ്റ എന്ന് വന്നത്. ഡി എ എന്ന് പറയുന്നത് നമ്മൾ സ്ട്രിപ്പിൻ്റെ ഏരിയനെ, ക്രോസ് സെക്ഷണൽ ഏരിയനെ ഡി എ എന്ന് കൺസിഡർ ചെയ്യണം. അങ്ങനെയെങ്കിൽ ഏരിയ എന്ന് പറയുമ്പോൾ എന്താണ്, വിഡ്ത്ത് ഇൻറ്റു തിക്നെസ് എന്ന് പറയാം. സോ ബി ഇൻറ്റു ഡി വൈ എന്ന് എഴുതാം. ഇനി വോളിയം ഓഫ് ഫ്ലൂയിഡ് ഫ്ലോയിങ് പെർ സെക്കൻഡ് ത്രൂ ദ എലമെൻ്റൽ സ്ട്രിപ്പ്. വോളിയം ഓഫ് ഫ്ലൂയിഡ് ഫ്ലോയിങ് പെർ സെക്കൻഡ് ത്രൂ എലമെൻ്റൽ സ്ട്രിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദാറ്റ് ഈസ് നത്തിങ്, ഡിസ്ചാർജ് ആണ്. ഏരിയ ഇൻറ്റു വെലോസിറ്റിയാണ്, സ്ട്രിപ്പിലൂടെയുള്ളതാണ്. സോ ഡി എ ഇൻറ്റു യു. മാസ് കാണണം. ഇപ്പോൾ മാസ് ഓഫ് ഫ്ലൂയിഡ് ഫ്ലോയിങ് പെർ സെക്കൻഡ് ത്രൂ എലമെൻ്റൽ സ്ട്രിപ്പ് എന്ന് പറയുമ്പോൾ അറിയാം, മാസ് ഓഫ് ഫ്ലൂയിഡ് ഡി എം എന്ന് പറഞ്ഞാൽ മാസ് പെർ സെക്കൻഡ് ആണ് ഉദ്ദേശിക്കുന്നത് സ്ട്രിപ്പിലൂടെയുള്ള. അപ്പോൾ മാസ് പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡെൻസിറ്റി ഇൻറ്റു വോളിയം പെർ സെക്കൻഡ് ആണ്. സോ ഡെൻസിറ്റി ഇൻറ്റു വോളിയം പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ എഴുതിയിട്ട് ഡി എ ഇൻറ്റു യു ആണ്. സോ റോ ഡി എ ഇൻറ്റു യു, ദാറ്റ് വി ക്യാൻ റൈറ്റ് ഡി എ എന്ന് പറഞ്ഞാൽ ബി ഇൻറ്റു ഡി വൈ എന്ന് ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ റോ യു ബി ഇൻറ്റു ഡി വൈ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇത് മാസ്സായി. ഇത്രയും കാര്യങ്ങൾ നമ്മൾ അവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് തിക്നെസ് കാണുമ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. പിന്നെ നമുക്കിവിടെ വേണ്ടത് എന്താണ്, മൊമെൻറ്റം ആണല്ലോ. മൊമെൻറ്റം തിക്നെസ് അല്ലേ പറഞ്ഞത്. അപ്പോൾ ഇനി എന്താണ്, മാസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ മൊമെൻറ്റം കാണണം. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയണം. മൊമെൻറ്റം ബേസിക്കലി മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, മാസ് ഇൻറ്റു
വെലോസിറ്റിയാണ് എന്ത് മൊമെൻ്റം എന്ന് പറഞ്ഞാൽ. എന്താണ്? മാസ് ഇൻറ്റു വെലോസിറ്റിയാണ് മൊമെൻ്റം എന്ന് പറഞ്ഞാൽ. ഇവിടെ ഇപ്പോൾ ഡി എം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മീൻ ചെയ്യുന്നത് എന്താണ്? മൊമെൻ്റം ആണെങ്കിൽ എന്താണ്? എല്ലാം പെർ ടൈം ആണ്, റേറ്റ് ഓഫ് മൊമെൻ്റം ആണ് ഉദ്ദേശിക്കുന്നത്. സോ മൊമെൻ്റം പെർ സെക്കൻഡ് ആണ് വേണ്ടത്. സോ എഴുതിയിട്ടുണ്ട് ഡി എം എന്ന് പറഞ്ഞാൽ എന്താണ്? മൊമെൻ്റം ഓഫ് ഫ്ലൂയിഡ് ഫ്ലോയിങ് പെർ സെക്കൻഡ് ത്രൂ ദ എലമെൻ്റൽ സ്ട്രിപ്പ്. സ്ട്രിപ്പിലൂടെ ഫ്ലോ ചെയ്യുന്ന ഫ്ലൂയിഡിൻ്റെ മൊമെൻ്റമാണ് പെർ സെക്കൻഡിൽ, ഒരു സെക്കൻഡിൽ സ്ട്രിപ്പിലൂടെ ഫ്ലോ ചെയ്യുന്ന ഫ്ലൂയിഡിൻ്റെ മൊമെൻ്റമാണ് വേണ്ടത്. സോ മൊമെൻ്റം എന്ന് പറഞ്ഞാൽ അറിയാം നമുക്ക് മാസ് ഇൻറ്റു വെലോസിറ്റിയാണ്. സോ ഇവിടെ എന്ത് വരും? മാസ് എന്ന് പറയുമ്പോൾ എന്താവും? ഇവിടെ മൊമെൻ്റം പെർ സെക്കൻഡ് ആയതുകൊണ്ട് എന്താവും? മാസ് പെർ സെക്കൻഡ് ആവും. മാസ് പെർ സെക്കൻഡ് ഇൻറ്റു വെലോസിറ്റി ഓഫ് ഫ്ലൂയിഡ് എലമെൻ്റ് ആണ്. മാസ് പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നത്തിങ് എന്താണ്? മാസ് ഫ്ലോ റേറ്റ് ആണ് അല്ലേ? മാസ് ഫ്ലോ റേറ്റ്. സോ വി ക്യാൻ റൈറ്റ് മാസ് ഫ്ലോ റേറ്റ് ഇൻറ്റു വെലോസിറ്റി ഓഫ് ഫ്ലൂയിഡ് എലമെൻറ്റ്. ഫ്ലോ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞിട്ട് ഞാൻ പെർ ടൈം ഉണ്ടെങ്കിലാണ് റേറ്റ് എന്ന് സൂചിപ്പിക്കുക. മാസ് ഫ്ലോ റേറ്റ് എന്ന് പറഞ്ഞാൽ മാസ് പെർ സെക്കൻഡ് ഇൻറ്റു വെലോസിറ്റി ഓഫ് ഫ്ലൂയിഡ് എലമെൻറ്റ്. അപ്പോൾ മാസ് ഫ്ലോ റേറ്റ് നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ, അതാണ് നമ്മൾ ഈ ഡി എം ഇതാണ് മാസ് ഫ്ലോ. റോ യു ബി ഡി വൈ ആണ്. സോ റോ യു ബി ഡി വൈ ഇൻറ്റു വെലോസിറ്റി ഓഫ് ഫ്ലൂയിഡ് എലമെൻറ്റ് എന്ന് പറയുമ്പോൾ എവിടെയാണ്? സ്ട്രിപ്പിലുള്ള വെലോസിറ്റിയാണ്. അപ്പോൾ സ്മോൾ ലെറ്റർ യു. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് എന്താണ്? ഈ ഡി എം എന്ന് പറയുന്നത് എന്താണ്? വിത്ത് ബൗണ്ടറി ലെയർ ആണ് കണ്ടുപിടിച്ചത് അല്ലേ? അതൊരു ഫ്ലാറ്റ് പ്ലേറ്റ് ഉണ്ട്. ഫ്ലാറ്റ് പ്ലേറ്റിലൂടെ ഓവറിലൂടെ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുകയാണ്. ഫ്ലോ ചെയ്യുമ്പോൾ അവിടെ ബൗണ്ടറി ലെയർ ഫോം ചെയ്തിട്ടുണ്ട്. ബൗണ്ടറി ലെയർ ഫോം ചെയ്തപ്പോഴുള്ള മൊമെൻ്റം ഓഫ് ഫ്ലൂയിഡ് പെർ സെക്കൻഡ് ത്രൂ ദ സ്ട്രിപ്പാണ് നമ്മൾ ഈ കണ്ടുപിടിച്ചിരിക്കുന്നത്. റോ യു ബി ഡി വൈ യു എന്ന് കണ്ടുപിടിച്ചിരിക്കുന്നത്. നമുക്കിനി എന്താണ്? അവിടെയുള്ള റിഡക്ഷൻ ഓഫ് മൊമെൻ്റമാണ് അറിയേണ്ടത് അല്ലേ? റിഡക്ഷൻ ഓഫ് മൊമെൻ്റം, എത്ര റിഡക്ഷൻ ഓഫ് മൊമെൻ്റം ഉണ്ടായി എന്ന് അറിയണം. ബൗണ്ടറി ലെയറിൻ്റെ ഫോർമേഷൻ്റെ ഭാഗമായിട്ട് അവിടെ മൊമെൻ്റം ഓഫ് ഫ്ലൂയിഡിൽ വന്ന റിഡക്ഷൻ എത്രയാണെന്ന് അറിയണം. അറിയണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? വിത്തൗട്ട് ബൗണ്ടറി ലെയറിലുള്ള മൊമെൻ്റം എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ അത് കാണാനാണ് ഇവിടെ ചെയ്യുന്നത്. ഡി എം നോ ബൗണ്ടറി ലെയർ എന്നിട്ടുണ്ട്. അതായത് മൊമെൻ്റം ഓഫ് ഫ്ലൂയിഡ് ഫ്ലോയിങ് പെർ സെക്കൻഡ് വിത്തൗട്ട് ബൗണ്ടറി ലെയർ ആണ്. ഫ്ലോയിങ് പെർ സെക്കൻഡ് വിത്തൗട്ട് ബൗണ്ടറി ലെയർ ആണ്. വിത്തൗട്ട് ബൗണ്ടറി ലെയർ എന്ന് പറയുമ്പോൾ എന്താണ്? ബൗണ്ടറി ലെയർ ഇല്ല എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ? വിത്തൗട്ട് ബൗണ്ടറി ലെയർ എന്ന് പറയുമ്പോൾ അവിടെ ബൗണ്ടറി ലെയർ ഫോം ചെയ്യണില്ല. ബൗണ്ടറി ലെയർ ഫോം ചെയ്യണില്ല എന്ന് പറയുമ്പോൾ അവിടെ എന്തുണ്ടാവില്ല? പ്ലേറ്റ് ഉണ്ടാവില്ല അല്ലേ? സോളിഡ് സർഫസ് ഉണ്ടാവില്ല. അതാണ് ഓർത്ത് വയ്ക്കേണ്ടത്. ആബ്സെൻസ് ഓഫ് പ്ലേറ്റ് സർഫസ് ആണ്. സോ മൊമെൻ്റം ഓഫ് ദിസ് മാസ് ഫ്ലൂയിഡ് പെർ സെക്കൻഡ് വിത്തൗട്ട് കൺസിഡറിങ് ബൗണ്ടറി ലെയർ എന്ന് പറയുമ്പോൾ എന്താണ്? ആബ്സെൻസ് ഓഫ് പ്ലേറ്റ് സർഫസ് ആണ്. അപ്പോൾ പ്ലേറ്റ് സർഫസ് ഇല്ലെങ്കിൽ അവിടെ എന്താണ്? സ്ട്രിപ്പ് ഇല്ല. പ്ലേറ്റ് സർഫസ് ഇല്ലെങ്കിൽ അവിടെ ബൗണ്ടറി ലെയർ ഫോം ചെയ്യുന്നില്ലെങ്കിൽ അവിടെ സ്ട്രിപ്പ് ഉണ്ടെങ്കിൽ തന്നെ അവിടെയുള്ള വെലോസിറ്റി എന്താണ്? വെലോസിറ്റിയിൽ മാറ്റമില്ല. എന്താണ്? നമ്മൾ ഫ്രീ സ്ട്രീം വെലോസിറ്റി തന്നെയാണ് ഫ്ലോ ചെയ്യുന്നത്. സോ വി ക്യാൻ റൈറ്റ് മൊമെൻ്റോ അല്ലേ? മൊമെൻ്റോ എന്ന് പറയുമ്പോൾ എന്താണ്? മാസ് ഫ്ലോ റേറ്റ് ഉണ്ട്, വെലോസിറ്റി ഓഫ് ഫ്ലൂയിഡ് എലമെൻ്റ് തന്നെയല്ല. സ്ട്രിപ്പ് ഉണ്ട് കേട്ടോ, സ്ട്രിപ്പ് ഇല്ല എന്നല്ല. സ്ട്രിപ്പ് നമ്മൾ ആ ഫ്ലോ ചെയ്യുന്ന ഫ്ലൂയിഡിൽ കൺസിഡർ ചെയ്യുകയാണ്, ബട്ട് അവിടെ ബൗണ്ടറി ലെയർ ഫോം ചെയ്യുന്നില്ല എന്നുള്ളൊരു കോൺസെപ്റ്റാണ് എടുക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ മാസ് ഫ്ലോ റേറ്റ് ഒക്കെ റോ സ്മോൾ ലെറ്റർ യു ബി ഡി വൈ ഇൻറ്റു ഇവിടെ യു എന്ന് പറയുമ്പോൾ എന്താണ്? വെലോസിറ്റി ഓഫ് ഫ്ലൂയിഡ് എലമെൻ്റ് അല്ലേ? ഇവിടെ വിത്തൗട്ട് ബൗണ്ടറി ലെയർ ആകുമ്പോൾ വെലോസിറ്റി ഓഫ് ഫ്ലൂയിഡ് എലമെൻ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഫ്ലൂയിഡിൻ്റെ വെലോസിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ ഫ്രീ സ്ട്രീം വെലോസിറ്റിയാണ് വരിക. സോ ക്യാപിറ്റൽ ലെറ്റർ യു അല്ലേ? അപ്പോൾ നമുക്ക് ഈ ലോസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ വിത്തൗട്ട് ബൗണ്ടറി ലെയറിലുള്ള മൊമെൻ്റത്തിൽ നിന്ന് വിത്ത് ബൗണ്ടറി ലെയറിലുള്ള മൊമെൻ്റത്തിന് എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ മതി. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ലോസ് ഇൻ മൊമെൻ്റം ഓഫ് ഫ്ലൂയിഡ് മാസ് ഡ്യൂ ടു ഫോർമേഷൻ ഓഫ് ബൗണ്ടറി ലെയർ എന്ന് പറഞ്ഞാൽ മൊമെൻ്റം വിത്തൗട്ട് ബൗണ്ടറി ലെയർ മൈനസ് മൊമെൻ്റം വിത്ത് ബൗണ്ടറി ലെയർ. നമുക്ക് ഈ രണ്ട് ഇക്വേഷൻ അറിയാം. വിത്തൗട്ട് ബൗണ്ടറി ലെയർ ആണിത്. റോ യു ബി ഡി വൈ ഇൻറ്റു ക്യാപിറ്റൽ ലെറ്റർ യു മൈനസ് വിത്ത് ബൗണ്ടറി ലെയർ റോ യു ബി ഡി വൈ ഇൻറ്റു സ്മോൾ ലെറ്റർ യു. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? ലോസ് കിട്ടി അല്ലേ? ലോസ് ഇൻ മൊമെൻ്റം കിട്ടി. എത്രയാണ്? റോ ബി സ്മോൾ ലെറ്റർ യു ഇൻറ്റു ക്യാപിറ്റൽ ലെറ്റർ യു മൈനസ് സ്മോൾ ലെറ്റർ യു ഇൻറ്റു ഡി വൈ. ഇങ്ങനെ എഴുതാം, നമുക്ക് ഇങ്ങനെ എഴുതാം. അപ്പോൾ ഇത് നമുക്ക് എന്താണ്? സ്ട്രിപ്പിലുള്ളതാണ് കിട്ടിയത്. നമ്മളൊരു സ്ട്രിപ്പ് അസ്യൂം ചെയ്തിട്ട് ആ സ്ട്രിപ്പിലുള്ള ലോസ് ഇൻ മൊമെൻ്റമാണ് കിട്ടിയിട്ടുള്ളത്. ബൗണ്ടറി ലെയർ ഫോം ചെയ്തില്ല. നമുക്ക് വേണ്ടത് എന്താണ്? ടോട്ടൽ ലോസ് വേണം അല്ലേ? എൻറ്റയർ ആ ബൗണ്ടറി ലെയർ തിക്നെസ്സിലുള്ളത് വേണം. ദാറ്റ് ഈസ് ലെങ്ത് ബി സി അല്ലെങ്കിൽ ലെങ്ത് ഡെൽ എന്ന് പറഞ്ഞാൽ തിക്നെസ്സിലുള്ളത് വേണം. അത് നമ്മൾ എന്ത് ചെയ്യും? ഈ ഇക്വേഷൻ എന്ത് ചെയ്താൽ മതി? ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ടോട്ടൽ ലോസ് ഇൻ മൊമെൻ്റം ഡ്യൂ ടു ഫോർമേഷൻ ഓഫ് ബൗണ്ടറി ലെയർ എന്ന് പറയുമ്പോൾ എന്താണ്? ഇതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ റോ ബി കോൺസ്റ്റൻ്റ് ആണ്. സോ ഈക്വൽ ടു വി ക്യാൻ റൈറ്റ് റോ ബി ഇൻ്റഗ്രൽ 0 ടു ഡെൽ സ്മോൾ ലെറ്റർ യു ഇൻറ്റു ക്യാപിറ്റൽ ലെറ്റർ യു മൈനസ് സ്മോൾ ലെറ്റർ യു ഇൻറ്റു ഡി വൈ. അതിനെ നമ്മൾ ഇക്വേഷൻ 1 എന്ന് കൊടുത്തു. ഓക്കെ, ഇനി മൊമെൻ്റം തിക്നെസ്സിൻ്റെ ഡെഫിനേഷൻ അനുസരിച്ച് എന്താ പറയുന്നത്? മൊമെൻ്റം തിക്നെസ് വിച്ച് ഈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ്. വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബൈ വിച്ച് സോളിഡ് പ്ലേറ്റ് സർഫേസ് ഈസ് ഡിസ്പ്ലേസ്ഡ് ടു കോമ്പൻസേറ്റ് ഫോർ ദ ലോസ് ഇൻ മൊമെൻ്റം ഫ്ലെക്സ് ആൻഡ് അക്കൗണ്ട് ഓഫ് ബൗണ്ടറി ലെയർ ഫോർമേഷൻ. ഈ മൊമെൻ്റം ഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, റേറ്റ് ഓഫ് മൊമെൻ്റം എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. ഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ പെർ ടൈം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ലോസ് ഓഫ് മൊമെൻ്റം ഫ്ലെക്സ് ആൻഡ് അക്കൗണ്ട് ഓഫ് ബൗണ്ടറി ലെയർ ഫോർമേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഈ മൊമെൻ്റം ഓഫ് ഫ്ലൂയിഡ് ഫ്ലോയിങ് പെർ സെക്കൻഡ് ത്രൂ ദ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് തീറ്റ,
അതായത് ആ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് തീറ്റ എന്ന് പറഞ്ഞ ഡിസ്റ്റൻസിലൂടെ ഫ്ലോ ചെയ്യണ മൊമെൻറ്റം എത്രയാണ്, മൊമെൻറ്റം പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, അതാണ് ഈ ചിത്രം കാണിച്ചിരിക്കുന്നത് ഇവിടെ. ഇതിലുള്ള മൊമെൻറ്റം എത്രയാണെന്നാണ് കാണിച്ചിട്ടുള്ളത് അല്ലേ, ഈ തിക്നെസ്സിന് മൊമെൻറ്റം കാണിക്കുമ്പോൾ എന്താണ്, മാസ് ഇൻറ്റു വെലോസിറ്റി എന്ന് തന്നെയല്ലേ വരിക. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം, മൊമെൻറ്റം എന്ന് പറയുമ്പോൾ എന്താണ്, മാസ് ഇൻറ്റു വെലോസിറ്റിയാണ്. ഇവിടെ നോക്കാം, മാസ് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, മാസ് ഫ്ലോ റേറ്റ് ഓഫ് ഫ്ലൂയിഡ് ത്രൂ ദ ഡിസ്റ്റൻസ്, ഏത് ഡിസ്റ്റൻസ് ആണ്, തീറ്റ എന്ന് പറഞ്ഞ ഡിസ്റ്റൻസിലൂടെ, തീറ്റ ഇൻറ്റു ഫ്രീ സ്ട്രീം വെലോസിറ്റി ഓഫ് ഫ്ലൂയിഡ് ആണ്. കാരണം വെലോസിറ്റി ഓഫ് ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, ഫ്രീ സ്ട്രീം ആണ്. കാരണം മൊമെൻറ്റത്തിൻ്റെ ഉണ്ടാകുമ്പോൾ നമ്മളിവിടെ ഈ ഡയഗ്രം നോക്കി ഒന്ന് മനസ്സിലാക്കിയാൽ മതി, ഈ ഒരു ഡിസ്റ്റൻസിലാണ്, ഈ ഡിസ്റ്റൻസിൽ എന്ന് പറയുമ്പോൾ ഇത് സർഫസ് ആയിട്ടാണ്, എഫക്റ്റീവ് ആയിട്ട് സോളിഡ് സർഫസ്, ഇതിൻ്റെ മേലെ കൂടിയാണ് ഫ്ലൂയിഡ് ഒഴുകാനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയുള്ള വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഫ്രീ സ്ട്രീം വെലോസിറ്റിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാം, മാസ് റേറ്റ് എന്ന് പറയുമ്പോൾ ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് ഇൻറ്റു വോളിയം ഓഫ് ഫ്ലോ റേറ്റ് ആണ്, ഫ്രീ സ്ട്രീം വെലോസിറ്റി അറിയാം. ദെൻ റോ ഇൻറ്റു വോളിയം ഫ്ലോ റേറ്റ് എന്ന് പറഞ്ഞാൽ ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് വെർട്ടിക്കൽ ഡിസ്റ്റൻസിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ ആണ്, ഇൻറ്റു ഫ്രീ സ്ട്രീം വെലോസിറ്റി ആണ്. സോ വി ക്യാൻ റൈറ്റ് റോ ഇൻറ്റു ബി ഇൻറ്റു തീറ്റ ഇൻറ്റു യു എന്ന് എഴുതാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ പറഞ്ഞു, ഇതാണ് എടുക്കണം അല്ല, മൊമെൻറ്റം തിക്നെസ് ഈ തീറ്റയിലുള്ളതാണ് എടുക്കണം. അപ്പോൾ ഈ തീറ്റയിലുള്ളതെന്ന് പറയുമ്പോൾ മാസ് ഫ്ലോ റേറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, ഡെൻസിറ്റി ഇൻറ്റു വോളിയം ഫ്ലോ റേറ്റ് ആണ്. ഡെൻസിറ്റിക്ക് റോ തന്നെയാണ് കൊടുക്കുന്നത്, ഇതിലൂടെ ഒഴുകണ ഈ ഫ്ലൂയിഡ് റോ തന്നെയാണ് അല്ലേ. വോളിയം ഫ്ലോ റേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഡിസ്ചാർജ് ആണ് അല്ലേ, ഏരിയ ഇൻറ്റു വെലോസിറ്റിയാണ് വേണ്ടത്. ഏരിയ എന്ന് പറയുമ്പോൾ എന്താണ്, ഈ മൊമെൻറ്റം തിക്നെസ് അല്ലേ, ഈ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആയ തീറ്റ എന്ന് പറഞ്ഞ ഡിസ്റ്റൻസിലാണ് എടുക്കുക. അപ്പോൾ ഈ വെർട്ടിക്കൽ തിക്നെസ് ആയ തീറ്റ ഇൻറ്റു ഇതിൻ്റെ ബ്രെഡ്ത്ത് എന്ന് പറയുമ്പോൾ എത്ര തന്നെയായിരിക്കും, അത് ആ പ്ലേറ്റിൻ്റെ നമ്മളിവിടെ അസ്യൂം ചെയ്ത വിഡ്ത്ത് തന്നെയാണ്, പ്ലേറ്റിൻ്റെ ബി ആണ്, ബി തന്നെയാണ് പറയുക, തീറ്റ ഇൻറ്റു ബി. ദെൻ വെലോസിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, ഇതിലൂടെ ഒഴുകണ എന്ത് തന്നെയാണ്, ഫ്രീ സ്ട്രീം വെലോസിറ്റി തന്നെയാണ്, അതാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. റോ ഡെൻസിറ്റിയാണ്, ഇവിടെ റോ ബി എന്ന് പറഞ്ഞാൽ എന്താണ്, ഏരിയ ആണ്. ബി എന്ന് പറഞ്ഞാൽ വിഡ്ത്ത് ഓഫ് പ്ലേറ്റ് ആണ്. തീറ്റ എന്ന് പറയുമ്പോൾ തിക്നെസ് ഓഫ് മൊമെൻറ്റം തിക്നെസ് ആണ്. യു എന്ന് പറയുമ്പോൾ അത് നമ്മൾ കൺസിഡർ ചെയ്ത മൊമെൻറ്റം തിക്നെസ്, വെർട്ടിക്കൽ ഡിസ്റ്റൻസ് തീറ്റയിലൂടെ ഒഴുകണ വെലോസിറ്റിയാണ്, യു ആണ്, ഫ്രീ സ്ട്രീം വെലോസിറ്റി. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വയ്ക്കുക, ഇവിടെയാണ് മിസ്റ്റേക്ക് വരുന്നത്, സ്മോൾ ലെറ്റർ യു എന്ന് എടുക്കും. ഓക്കെ, ദെൻ ഇൻറ്റു വെലോസിറ്റി ഓഫ് ഫ്ലൂയിഡ് ഫ്ലോയിങ് ഓവർ ദ മൊമെൻറ്റം തിക്നെസ് എന്ന് പറയുമ്പോൾ അതും ക്യാപിറ്റൽ ലെറ്റർ യു ആണ്. സോ വി ക്യാൻ റൈറ്റ് ആസ് റോ ബി യു സ്ക്വയർ ഇൻറ്റു തീറ്റ, അതിന് ഇക്വേഷൻ 1 എന്ന് കൊടുത്തു. ഇപ്പോൾ നമ്മൾ ഈ രണ്ടും ഇവിടെ ചെയ്തിരിക്കുന്നത്, ഇത് രണ്ടും എന്താണ്, ഈ ഇക്വേഷനായാലും ഈ ഇക്വേഷനും രണ്ടും മൊമെൻറ്റമാണ് അല്ലേ, മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷനാണ്. അപ്പോൾ അക്കോർഡിംഗ് ടു ഡെഫിനേഷൻ ഓഫ് മൊമെൻറ്റം തിക്നെസ്, ഇക്വേഷൻ 1 and 2 ഇക്വിറ്റിയാണ്. 1 ഉം 2 നമുക്ക് ഇക്വേഷൻ, രണ്ടും മൊമെൻറ്റം തിക്നെസ്സിൻ്റെ ഇക്വേഷൻ അല്ലേ, ഐ മീൻ മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ അല്ലേ. സോ വി ക്യാൻ റൈറ്റ് റോ ഇൻറ്റു ബി ഇൻറ്റു ക്യാപിറ്റൽ ലെറ്റർ യു സ്ക്വയർ ഇൻറ്റു തീറ്റ ഈക്വൽ ടു റോ ബി ഇൻ്റഗ്രൽ 0 to del സ്മോൾ ലെറ്റർ യു ഇൻറ്റു ക്യാപിറ്റൽ ലെറ്റർ യു മൈനസ് സ്മോൾ ലെറ്റർ യു ഇൻറ്റു ഡി വൈ എന്ന് എഴുതാം. സോ റോ ബി ഗെറ്റ്സ് ക്യാൻസൽ, റിമൈനിങ് ആയിട്ടുള്ളത് യു സ്ക്വയർ ഇൻറ്റു തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to del യു ഇൻറ്റു ക്യാപിറ്റൽ ലെറ്റർ യു മൈനസ് സ്മോൾ ലെറ്റർ യു ഇൻറ്റു ഡി വൈ. ദെൻ ഇവിടെ തീറ്റയാണ് വേണ്ടത്, മൊമെൻറ്റം തിക്നെസ് ആണ്, അപ്പോൾ യു സ്ക്വയറിന് ഈക്വൽ ടു അപ്പുറത്ത് കൊണ്ടുപോയി. സോ തീറ്റ ഈക്വൽ ടു 1/u സ്ക്വയർ ഇൻറ്റു ഇൻ്റഗ്രൽ 0 to del യു ഇൻറ്റു യു മൈനസ് യു ഇൻറ്റു ഡി വൈ എന്ന് എഴുതി. ദെൻ ഈ യു സ്ക്വയറിനെ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്തു. സോ ഇൻ്റഗ്രൽ 0 to del u/u സ്ക്വയർ ഇൻറ്റു യു മൈനസ് യു ഇൻറ്റു ഡി വൈ എന്ന് എഴുതി. ഓക്കെ, ഇനി നമ്മളിവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇതിൽ ഈ യു ഉണ്ടല്ലോ, ഒരു യുവിനെ കൊണ്ട് ഇതിൻ്റെ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാണ്. ഇതിലുള്ള ഈ ഒരു യുവിനെ u/u സ്ക്വയറിലെ ക്യാപിറ്റൽ ലെറ്റർ യു സ്ക്വയറിലെ ഒരു യുവിനെ ഇതിൻ്റെ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാണ്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഇവിടെ ക്യാപിറ്റൽ യു ഡിവൈഡ് ബൈ വീണ്ടും ഒരു ക്യാപിറ്റൽ യു ആകുമ്പോൾ u/u എന്താണ് 1 ആവും. ദെൻ ഇവിടെ u/u എന്നാവും. അതെന്തിനാണ് ചെയ്യുന്നതെന്നുള്ളത് പറയാം. അപ്പോൾ നമുക്ക് എഴുതാം ഇൻ്റഗ്രൽ 0 തീറ്റ ഇൻ്റഗ്രൽ 0 to del. അപ്പോൾ ഇവിടെ എന്താവും, ഇവിടെ u/u സ്ക്വയർ എന്നുള്ളത് u/u എന്നാവും, ഇൻറ്റു 1 മൈനസ് u/u ഇൻറ്റു ഡി വൈ എന്നാവും. ഇതെന്തിനാണ് ചെയ്തതെന്ന് വെച്ചാൽ, നമുക്കറിയാം ഈ ഒരു ഫോം എവിടെയാണ് നമ്മൾ പഠിച്ച്. ഓക്കെ, ഈ u/u അല്ലാത്ത 1 മൈനസ് u/u എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഡിസ്പ്ലേസ്മെൻറ്റ് തിക്നെസ് ആയിരുന്നു. ഓക്കെ, അതാണ്. അപ്പോൾ ഈ സ്മോൾ ലെറ്റർ യു ബൈ ക്യാപിറ്റൽ ലെറ്റർ യുവിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ 0 to del 1 മൈനസ് u/u ഡി വൈ എന്ന് പറഞ്ഞാൽ എന്താണ് വരിക, ഡെൽറ്റ സ്റ്റാർ ആണ്. അപ്പോൾ ആ ഒരു ഫോമിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ മൊമെൻറ്റം തിക്നെസ്സിൻ്റെ ഉള്ള ഇക്വേഷൻ. ഈ മൊമെൻറ്റം തിക്നെസ്സിനൊപ്പം തന്നെ പഠിക്കേണ്ട ഒരു കാര്യമാണ് ഷേപ്പ് ഫാക്ടർ. കാരണം ഇത് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ചോദിക്കാറുണ്ട് ഷേപ്പ് ഫാക്ടർ. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് h എന്നാണ്, ക്യാപിറ്റൽ ലെറ്റർ h എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്.
ഈ ഷേപ്പ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മളെ ഡിസ്പ്ലേസ്മെൻറ്റ് തിക്നെസ്സും മൊമെൻറ്റം തിക്നെസ്സും തമ്മിലുള്ള റേഷ്യോനെയാണ് എന്തെന്ന് പറയുന്നത് ഷേപ്പ് ഫാക്ടർ എന്ന് പറയുന്നത്. അതായത് ഡെൽറ്റ സ്റ്റാർ ബൈ തീറ്റനെയാണ് എന്ത് ഷേപ്പ് ഫാക്ടർ എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തെടുക്കുക. ഓക്കെ, പ്രോബ്ലം ചെയ്യുമ്പോൾ ആവശ്യമുണ്ട് ഷേപ്പ് ഫാക്ടർ. ഇനി അടുത്തതാണ് എനർജി തിക്നെസ്. എനർജി തിക്നെസ്സിനെ ഡിനോട്ട് ചെയ്യുന്നത് ഡെൽറ്റ ഡബിൾ സ്റ്റാർ ആണ്. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് തിക്നെസ്സിന് ഡെൽറ്റ സ്റ്റാർ ആണ്, മൊമെൻറ്റം തിക്നെസ്സിന് തീറ്റയാണ്, ഷേപ്പ് ഫാക്ടറിന് ക്യാപിറ്റൽ ലെറ്റർ എച്ച് ആണ്, എനർജി തിക്നെസ്സിന് എന്താണ് ഡെൽറ്റ ഡബിൾ സ്റ്റാർ ആണ്. ഓക്കെ, എനർജി തിക്നെസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയാം. എനർജി ഇപ്പോൾ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് തിക്നെസ് പഠിച്ചു അല്ലേ. ഡിസ്പ്ലേസ്മെൻറ്റ് തിക്നെസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ബൗണ്ടറി ലെയറിൻ്റെ ഫോർമേഷൻ്റെ ഭാഗമായിട്ട് അവിടെ നമുക്ക് റേറ്റ് ഓഫ് ഫ്ലോയിൽ പറഞ്ഞ റിഡക്ഷനെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് ബൗണ്ടറി ഡിസ്പ്ലേസ് ചെയ്യുകയാണ്. അതിനെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് തിക്നെസ് എന്ന് പറയുന്നത്. മൊമെൻറ്റം തിക്നെസ് എന്ന് പറയുമ്പോൾ ബൗണ്ടറി ലെയറിൻ്റെ ഫോർമേഷൻ്റെ ഭാഗമായിട്ട് അവിടെ മൊമെൻറ്റത്തിൽ വരുന്ന റിഡക്ഷൻ ഉണ്ട്, അതിനെ എന്ത് ചെയ്യണു കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബൗണ്ടറി ഡിസ്പ്ലേസ് ചെയ്യണം. അതിനെയാണ് മൊമെൻറ്റം തിക്നെസ് എന്ന് പറയുന്നത്. അതേപോലെ ഇവിടെ എന്ന് പറയുമ്പോൾ എനർജി തിക്നെസ് എന്ന് പറയുമ്പോൾ നമ്മളെ കൈനറ്റിക് എനർജിയാണ്. ഓക്കെ, അതായത് ബൗണ്ടറി ലെയറിൻ്റെ ഫോർമേഷൻ്റെ ഭാഗമായിട്ട് കൈനറ്റിക് എനർജിയിൽ വരുന്ന ലോസ് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് ബൗണ്ടറി എന്ത് ചെയ്യുന്നു ഡിസ്പ്ലേസ് ചെയ്യാണ്. അതിനെയാണ് എന്തെന്ന് പറയുന്നത് എനർജി തിക്നെസ് എന്ന് പറയുന്നത്. അതാണ് ഡെഫിനിഷൻ ഒന്ന് വായിക്കാം. എനർജി തിക്നെസ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഡിസ്റ്റൻസ് മെഷേർഡ് പെർപെൻഡിക്കുലർ ടു ദ സോളിഡ് ബൗണ്ടറി സർഫസ് ബൈ വിച്ച് ദ ബൗണ്ടറി സർഫസ് ഈസ് ഷിഫ്റ്റഡ് ഓർ ഡിസ്പ്ലേസ്ഡ് ടു കോമ്പൻസേറ്റ് ദ ലോസ് ഇൻ കൈനറ്റിക് എനർജി ഓഫ് ദ ഫ്ലോയിങ് ഫ്ലൂയിഡ് ആൻഡ് അക്കൗണ്ട് ഓഫ് ബൗണ്ടറി ലെയർ ഫോർമേഷൻ. മനസ്സിലായല്ലോ, കൈനറ്റിക് എനർജിയുടെ വരുന്ന ലോസിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബൗണ്ടറി ഷിഫ്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, അതിനെയാണ് എന്തെന്ന് പറയുന്നത് എനർജി തിക്നെസ് എന്ന് പറയുന്നത്. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ഡെൽറ്റ ഡബിൾ സ്റ്റാർ. ഓക്കെ, ഇനി അതിൻ്റെ എക്സ്പ്രഷന് വേണ്ടിയിട്ട് ഡയഗ്രാം നോക്കുക. നമ്മളവിടെ കൺസിഡർ ചെയ്ത അതേ ഡയഗ്രാം തന്നെയാണ്. ഇവിടെയാണ് മാറ്റം വരുന്നത്. ഇവിടെ എഴുതുമ്പോൾ മാത്രം ഒന്ന് നോക്കുക, ഈ പിക്ചർ വരയ്ക്കുമ്പോൾ മാത്രം നോക്കുക. ഇവിടെയാണ് മാറ്റം വരിക. ഇവിടെ എനർജി തിക്നെസ് ആണ് ഈ വെർട്ടിക്കൽ ഡിസ്റ്റൻസിൽ ഡെൽറ്റ ഡബിൾ സ്റ്റാർ ആണ്. ഡെൽറ്റ ഡബിൾ സ്റ്റാർ ആണ് കേട്ടോ, ഡെൽറ്റ ഡബിൾ സ്റ്റാർ ആണ്. ആസ് യൂഷ്വൽ പോലെ തന്നെയാണ് ഫ്രീ സ്ട്രീം വെലോസിറ്റി ഫ്ലോ ചെയ്യണു. ബൗണ്ടറി ലെയർ ഫോം ചെയ്യുന്നുണ്ട്. ഡെൽറ്റ ബൗണ്ടറി ലെയർ തിക്നെസ് ആണ്, ബി സി ആണ് ബൗണ്ടറി ലെയർ തിക്നെസ്സിൻ്റെ ലെങ്ത്ത്, കാര്യങ്ങളൊക്കെയാണ് പറയുക. അതുതന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ സ്ട്രിപ്പ് അസ്യൂം ചെയ്യുകയാണ്. വൈ ഡിസ്റ്റൻസിൽ അതിൻ്റെ തിക്നെസ് ഡി വൈ എന്നെടുക്കും, വിഡ്ത്ത് ബി എന്നെടുക്കും, ഡെൽറ്റ ബൗണ്ടറി ലെയർ തിക്നെസ് എന്നെടുക്കും, സ്ട്രിപ്പിലൂടെ ഒഴുകണ ഫ്ലൂവിൻ്റെ വെലോസിറ്റി സ്മോൾ ലെറ്റർ യു എന്നെടുക്കും, ഫ്രീ സ്ട്രീം വെലോസിറ്റി ക്യാപിറ്റൽ ലെറ്റർ യു എന്നെടുക്കും. നമ്മളിവിടെ മാസ് കാണുകയാണ്. മാസ് ഓഫ് ഫ്ലൂയിഡ് ഫ്ലോയിങ് പെർ സെക്കൻഡ് ത്രൂ ദ സ്മോൾ എലമെൻ്ററി സ്ട്രിപ്പ്. ആ എലമെൻ്ററി സ്ട്രിപ്പിലൂടെ ഒഴുകണ മാസ് എന്ന് പറയുമ്പോൾ മാസ് പെർ സെക്കൻഡ് ആണല്ലോ. സോ വി ക്യാൻ റൈറ്റ് ആസ് റോ യു ബി ഇൻറ്റു ഡി വൈ എന്ന് എഴുതാം അല്ലേ. ഡയറക്റ്റ് എഴുതുകയാണ്. ഇനിയിപ്പോൾ മാസ് എന്ന് പറയുമ്പോൾ എന്താ ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്നൊന്നും എഴുതണില്ല. ദെൻ വോളിയം എന്ന് പറയുമ്പോൾ അവിടെ ഏരിയ ഇൻറ്റു വെലോസിറ്റി എന്നൊന്നും എഴുതാൻ നിൽക്കില്ല. ഡയറക്റ്റ്ലി എഴുതാണ്. ബിക്കോസ് നമ്മൾ പ്രീവിയസ്ലി രണ്ടും പഠിച്ചിട്ടുണ്ട്. സോ റോ യു ബി ഡി വൈ. അപ്പോൾ കൈനറ്റിക് എനർജി പെർ സെക്കൻഡ് ഓഫ് ദിസ് ഫ്ലൂയിഡ് മാസ് എന്ന് പറയുമ്പോൾ എന്താണ് കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കിവിടെ കൈനറ്റിക് എനർജിൻ്റെ ലോസ് അല്ലേ. അപ്പോൾ കൈനറ്റിക് എനർജിയാണ് അവൻ. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാഫ് എം വി സ്ക്വയർ ആണ് അല്ലേ. ഹാഫ് എം വി സ്ക്വയർ ആണ്. എം ഫോർ മാസ്, വി ഫോർ വെലോസിറ്റി ആണ്. ഇവിടെ നമ്മൾ കൈനറ്റിക് എനർജി എന്താണ്? കൈനറ്റിക് എനർജി പെർ സെക്കൻഡ് ആണ്. കൈനറ്റിക് എനർജി പെർ സെക്കൻഡ് ആകുമ്പോൾ നമ്മൾ അതിനോട് ഡി എന്ന് കൊടുക്കുന്നുണ്ട്. കൈനറ്റിക് എനർജി പെർ സെക്കൻഡ് ആകുമ്പോൾ എന്താണ്? മാസ് ഇൻറ്റു വെലോസിറ്റി സ്ക്വയറിന് പകരം എന്താവും? മാസ് പെർ സെക്കൻഡ് ഇൻറ്റു വെലോസിറ്റി. ഹാഫ് എം വി സ്ക്വയറിന് പകരം ഹാഫ് എം പെർ സെക്കൻഡ് ഇൻറ്റു വെലോസിറ്റി സ്ക്വയറിനാണ്. എം പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ മാസ് ഫ്ലോ റേറ്റ് ആണ്. സോ ഹാഫ് ഇൻറ്റു മാസ് ഫ്ലോ റേറ്റ് ഇൻറ്റു വെലോസിറ്റി സ്ക്വയർ എന്ന് എഴുതാം. സോ ഹാഫ് ഇൻറ്റു മാസ് ഫ്ലോ റേറ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. റോ യു ബി ഡി വൈ ഇൻറ്റു വെലോസിറ്റി സ്ക്വയർ എന്ന് പറയുമ്പോൾ സ്ട്രിപ്പിലൂടെ ഒഴുകണം ഫ്ലൂവിൻ്റെ വെലോസിറ്റി അല്ലേ. സ്ട്രിപ്പിൻ്റെ ആണല്ലോ കോൺസ്റ്റൻറ്റ്. സോ യു സ്ക്വയർ എന്ന് എഴുതാം. സ്മോൾ ലെറ്റർ യു സ്ക്വയർ. അപ്പോൾ ഇത് വിത്ത് ബൗണ്ടറി ലെയറിലെ ലൊക്കേഷനാണ്. അതേപോലെ എന്ത് വേണം? നമുക്ക് വിത്തൗട്ട് ബൗണ്ടറി ലെയർ വേണം അല്ലേ. വിത്തൗട്ട് ബൗണ്ടറി ലെയർ ആകുമ്പോൾ എന്താ സംഭവിക്കുക? വിത്തൗട്ട് ബൗണ്ടറി ലെയർ ആകുമ്പോൾ എന്താണ് സംഭവിക്കുക? അവിടെ ഒഴുകണ വെലോസിറ്റി എന്താണ്? ഫ്രീ സ്ട്രീമിൽ തന്നെയാണ് ഒഴുകുക. സോ മാസ് അതുപോലെ തന്നെ ഉണ്ടാവും. ഹാഫ് ഇൻറ്റു റോ യു ബി ഡി വൈ, സ്മോൾ ലെറ്റർ യു ആണ് ഇവിടെ ശ്രദ്ധിക്കുക. ഇൻറ്റു ഇവിടെ ഒഴുകണ വെലോസിറ്റി എന്തായിരിക്കും? ഫ്രീ സ്ട്രീം വെലോസിറ്റി തന്നെയാണ് ഒഴുകുക. കാരണം അവിടെ പ്ലേറ്റ് ഇല്ല അല്ലേ. അപ്പോൾ ബൗണ്ടറി ലെയർ ഫോം ചെയ്യണില്ല എന്നുള്ള കോൺസെപ്റ്റിൽ. സോ യു സ്ക്വയർ, ക്യാപിറ്റൽ ലെറ്റർ യു സ്ക്വയർ. ഇനി ഇത് രണ്ടിൻ്റെ ഡിഫറൻസ് എടുക്കുകയാണ്. ഡിഫറൻസ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എത്ര ലോസ് ഓഫ് കൈനറ്റിക് എനർജി ഉണ്ടായെന്ന് കിട്ടും അല്ലേ. ഇപ്പോൾ ഡിഫറൻസ് എടുക്കുകയാണ്. അപ്പോൾ ഹാഫ് ഇൻറ്റു റോ യു ബി ഡി വൈ ഇൻറ്റു ക്യാപിറ്റൽ ലെറ്റർ യു സ്ക്വയർ മൈനസ് ഹാഫ് ഇൻറ്റു റോ യു ബി ഡി വൈ ഇൻറ്റു സ്മോൾ ലെറ്റർ യു സ്ക്വയർ. സോ അത് നമ്മൾ എടുക്കുമ്പോൾ ഹാഫ് ഇൻറ്റു റോ യു ബി ഇൻറ്റു ക്യാപിറ്റൽ ലെറ്റർ യു സ്ക്വയർ മൈനസ് സ്മോൾ ലെറ്റർ യു സ്ക്വയർ ഇൻറ്റു ഡി വൈ എന്ന് എഴുതാം. ദാറ്റ് ഈസ് ലോസ് ഓഫ് കൈനറ്റിക് എനർജി അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? വിത്ത് ബൗണ്ടറി ലെയർ കണ്ടുപിടിച്ചു കൈനറ്റിക് എനർജി, വിത്തൗട്ട് ബൗണ്ടറി ലെയർ കണ്ടുപിടിച്ചു, അതിൻ്റെ ഡിഫറൻസ് എടുത്തു. ഡിഫറൻസ് എടുത്തപ്പോൾ അവിടെ ഉണ്ടായ ലോസ് ഓഫ് കൈനറ്റിക് എനർജിയാണെന്ന് കിട്ടി അല്ലേ. ഇനി നമ്മൾ ചെയ്യുന്നത്
ഇതിപ്പോൾ സ്ട്രിപ്പിലുള്ളതാണ് കിട്ടിയിരിക്കുന്നത്, നമ്മളവിടെ അസ്യൂം ചെയ്ത ഒരു എലമെൻറ്റിലുള്ളതാണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് വേണ്ട എന്താണ്, ടോട്ടലാണ് അല്ലേ. ടോട്ടൽ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ടോട്ടൽ ലോസ് ഓഫ് എനർജി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ഈ ഇക്വേഷനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. സോ ഇൻറ്റഗ്രേറ്റ് ചെയ്യാണ് ദിസ് ഇക്വേഷൻ. ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഹാഫ് ഇൻറ്റു റോ ബി കോൺസ്റ്റൻ്റ് ആണ്. സോ ഇൻറ്റഗ്രൽ 0 to del സ്മോൾ ലെറ്റർ യു ഇൻറ്റു ക്യാപിറ്റൽ ലെറ്റർ യു സ്ക്വയർ മൈനസ് സ്മോൾ ലെറ്റർ യു സ്ക്വയർ ഇൻറ്റു ഡി വൈ. അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ ബൗണ്ടറി ലെയറിൻ്റെ ഫോർമേഷൻ്റെ ഭാഗമായിട്ടുള്ള ലോസ് ഓഫ് കൈനറ്റിക് എനർജിക്കുള്ള ഇക്വേഷൻ നമുക്ക് ഇവിടെ കിട്ടി. നമുക്കിനി വേണ്ട എന്താണ്, എനർജി തിക്നെസ്സിൻ്റെ ബേസ് ചെയ്തിട്ടാണ് വേണ്ടത് അല്ലേ. എനർജി തിക്നെസ് ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എന്താണ്, ലോസ് ഓഫ് കൈനറ്റിക് എനർജിയുടെ ലോസിന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലേറ്റ് അല്ലെങ്കിൽ സോളിഡ് സർഫസ് ഡിസ്പ്ലേസ് ചെയ്യുകയാണ് അല്ലേ. സോ ഈ തിക്നെസ്, എനർജി തിക്നെസ്സിലൂടെ ഡെൽറ്റ ഡബിൾ സ്റ്റാറിലൂടെ ഒഴുകണ കൈനറ്റിക് എനർജിയാണ് വേണ്ടത്. കൈനറ്റിക് എനർജി ഓഫ് ഫ്ലൂയിഡ് ഫ്ലോയിങ് പെർ സെക്കൻഡ് ആണ് വേണ്ടത്. സോ കൈനറ്റിക് എനർജി ഓഫ് ഫ്ലൂയിഡ് പെർ സെക്കൻഡ് ഫ്ലോയിങ് ത്രൂ ദ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ഡെൽറ്റ സ്റ്റാറിലൂടെ. അപ്പോൾ തിക്നെസ് എന്താണ്, നമ്മളിവിടെയൊക്കെ ഡി വൈ എന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താവും, തിക്നെസ് ഡെൽറ്റ സ്റ്റാർ ആണ് ആവുക. അപ്പോൾ ഹാഫ് ഇൻറ്റു മാസ് ഫ്ലോ റേറ്റ് ത്രൂ ദ ഡിസ്റ്റൻസ് ഡെൽറ്റ ഡബിൾ സ്റ്റാർ. ഓക്കെ, ഡെൽറ്റ സ്റ്റാറിൽ ഡെൽറ്റ ഡബിൾ സ്റ്റാർ കാരണം എനർജി തിക്നെസ് ആണ് കേട്ടോ. ഡെൽറ്റ ഡബിൾ സ്റ്റാർ ഇൻറ്റു വെലോസിറ്റി സ്ക്വയർ എന്താണ്, ഓഫ് കോഴ്സ് ഫ്രീ സ്ട്രീം വെലോസിറ്റി ആണ് അവിടെ ഒഴുകുന്നത്. ആ ചിത്രം ഒന്ന് നോക്കുക. അപ്പോൾ നമുക്കിവിടെ ചെയ്താൽ ഹാഫ് ഇൻറ്റു ഡെൻസിറ്റി ഇൻറ്റു ഡിസ്ചാർജ് ഓഫ് ഫ്ലൂയിഡ് ഫ്ലോയിങ് ത്രൂ ഡെൽറ്റ ഡബിൾ സ്റ്റാർ ഇൻറ്റു യു സ്ക്വയർ ആണ്. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ഹാഫ് ഇൻറ്റു റോ ഇൻറ്റു ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ഡെൽറ്റ ഡബിൾ സ്റ്റാർ ഇൻറ്റു വെലോസിറ്റി ഓഫ് ഫ്ലോ ഇൻറ്റു യു സ്ക്വയർ ആണ്. സോ ഹാഫ് ഇൻറ്റു റോ ഇൻറ്റു ഈ ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയുമ്പോൾ എന്താണ്, തിക്നെസ് ആണ്. തിക്നെസ് ഡെൽറ്റ ഡബിൾ സ്റ്റാർ ഇൻറ്റു വിഡ്ത്ത് ആണ്. വിഡ്ത്ത് എന്താണ്, പ്ലേറ്റിൻ്റെ വിഡ്ത്ത് എന്താണ്, ബി ആണ് അല്ലേ. വെലോസിറ്റി ഓഫ് ഫ്ലോ എന്താണ്, ഡെൽറ്റ ഡബിൾ സ്റ്റാറിലുള്ള വെലോസിറ്റി ഓഫ് ഫ്ലോ എന്താണ്, ഫ്രീ സ്ട്രീം വെലോസിറ്റി ആണ്. സോ റോ ഇൻറ്റു ഡെൽറ്റ ഡബിൾ സ്റ്റാർ ഇൻറ്റു ബി ഇൻറ്റു ക്യാപിറ്റൽ ലെറ്റർ യു ഇൻറ്റു ദെൻ വെലോസിറ്റി ഓഫ് ഫ്ലോ ഓൾറെഡി ക്യാപിറ്റൽ ലെറ്റർ യു സ്ക്വയർ ആണ്. സോ ഹാഫ് ഇൻറ്റു റോ ബി ഡെൽറ്റ ഡബിൾ സ്റ്റാർ ഇൻറ്റു യു ക്യൂബ് എന്ന് എഴുതാം. അതിന് ഇക്വേഷൻ 2 എന്ന് കൊടുത്തു. അപ്പോൾ നമുക്കിവിടെ ലോസ് ഓഫ് കൈനറ്റിക് എനർജിക്ക് 2 ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്, ഇക്വേഷൻ 1, ഇക്വേഷൻ 2. ആ 2 ഇക്വേഷൻ നമ്മൾ എന്താണ്, ഇക്വേറ്റ് ചെയ്യാണ്. ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഹാഫ് റോ ബി ഡെൽറ്റ ഡബിൾ സ്റ്റാർ യു ക്യൂബ് ഈക്വൽ ടു ഹാഫ് റോ ബി ഇൻറ്റഗ്രൽ 0 to del യു ഇൻറ്റു ക്യാപിറ്റൽ ലെറ്റർ യു സ്ക്വയർ മൈനസ് സ്മോൾ ലെറ്റർ യു സ്ക്വയർ ഇൻറ്റു ഡി വൈ എന്ന് കിട്ടി. അപ്പോൾ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും ഹാഫ് റോ ബി ഉണ്ട്, അത് ക്യാൻസൽ ചെയ്തു. അപ്പോൾ എന്താണ് റിമൈനിങ്, എന്താ വരുന്നത്, ഡെൽറ്റ ഡബിൾ സ്റ്റാർ ഇൻറ്റു യു ക്യൂബ് വിച്ച് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to del യു ഇൻറ്റു ക്യാപിറ്റൽ ലെറ്റർ യു സ്ക്വയർ മൈനസ് സ്മോൾ ലെറ്റർ യു സ്ക്വയർ ഇൻറ്റു ഡി വൈ. സോ നമുക്ക് വേണ്ട ഡെൽറ്റ ഡബിൾ സ്റ്റാർ ആണ്, എനർജി തിക്നെസ് ആവണം. അപ്പോൾ അത് മാത്രം നിർത്തി ബാക്കിയുള്ള ടേംസ് അതർ സൈഡ് കൊണ്ടുപോവാണ്. സോ ഡെൽറ്റ ഡബിൾ സ്റ്റാർ ഈക്വൽ ടു 1/u ക്യൂബ് ഇൻറ്റഗ്രൽ 0 to del യു ഇൻറ്റു ക്യാപിറ്റൽ ലെറ്റർ യു സ്ക്വയർ മൈനസ് സ്മോൾ ലെറ്റർ യു സ്ക്വയർ ഇൻറ്റു ഡി വൈ. സോ ഇതിന് നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്യാണ്. സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 1/u ക്യൂബിനെ ഒന്ന് അകത്ത് മൾട്ടിപ്ലൈ ചെയ്യാണ്. അകത്ത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് എന്ത് വരും, ഇവിടെ ഒന്ന് എഴുതി കാണിക്കാം. ഈ 1/u ക്യൂബിനെ അകത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ ഇൻറ്റഗ്രലിൻ്റെ അകത്തിടുമ്പോൾ നമുക്ക് എഴുതാം u/u ക്യൂബ് എന്ന് എഴുതാം അല്ലേ. u/u ക്യൂബ് ഇൻറ്റു ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ യു സ്ക്വയർ മൈനസ് സ്മോൾ ലെറ്റർ യു സ്ക്വയർ ഇൻറ്റു ഡി വൈ എന്നാണ് എഴുതുക. ഇതിൻ്റെ ഇവിടെ ഡി വൈ എന്നുണ്ടാവും, ശരിയല്ലേ. ഇതിൽ യു ക്യൂബ് എന്നുണ്ടല്ലോ, അതിൻ്റെ യു സ്ക്വയറിനകത്ത് മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, ഇത്ര എഴുതി. ദെൻ ഇവിടെ u/u ഇൻറ്റു ആ ക്യൂബിൽ നിന്ന് യു സ്ക്വയറിന് എടുത്തു. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ യു സ്ക്വയർ ഉണ്ട് ബൈ വീണ്ടും ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ യു സ്ക്വയർ മൈനസ് ഇവിടെ സ്മോൾ ലെറ്റർ യു സ്ക്വയർ ബൈ ക്യാപിറ്റൽ ലെറ്റർ യു സ്ക്വയർ ഇൻറ്റു ഡി വൈ എന്നാണ് വരിക. ക്ലിയർ. അപ്പോൾ ഇവിടെ യു സ്ക്വയർ ഗെറ്റ് ക്യാൻസൽ, എന്താണ്, 1 ആവും. 1 മൈനസ് യു സ്ക്വയർ ബൈ ക്യാപിറ്റൽ ലെറ്റർ യു സ്ക്വയർ എന്നാണ് അതവിടെ എഴുതിയിട്ടുള്ളത്. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ക്ലിയർ. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇതെന്തിനാണ് എഴുതിയെന്ന് വെച്ചാൽ ഈ u/u ഇൻറ്റു 1 മൈനസ് യു സ്ക്വയർ ബൈ യു സ്ക്വയർ ഇൻറ്റു ഡി വൈ ആ ഒരു ഫോമിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സോ ഇതാണ് നമ്മളെ എനർജി തിക്നെസ്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. സോ ഇതിൽ ഇനി നോക്കാനുള്ളത് എബോ എക്സ്പ്രഷൻ ഗിവ്സ് ദ തിക്നെസ് ഓഫ് ബൗണ്ടറി ലെയർ ഡെൽറ്റ ഡബിൾ സ്റ്റാറിൻ്റെ ഇതിലാണ്. വെൻ ദ എനർജി തിക്നെസ് ഈസ് നോൺ ദ ലോസ് ഓഫ് കൈനറ്റിക് എനർജി പെർ സെക്കൻഡ് ക്യാൻ ബി ഡിറ്റർമൈൻഡ് ഫ്രം ദ ഫോളോയിങ് ഫോർമുല. അതായത് ഇപ്പോൾ സപ്പോസ് ചോദ്യത്തിൽ ചോദിക്കുകയാണ് ലോസ് ഓഫ് കൈനറ്റിക് എനർജി കാണണം എന്ന് പറയുകയാണെങ്കിൽ
അത് നമ്മളിവിടെ കണ്ടുപിടിച്ച ഇക്വേഷനാണ്. ഹാഫ് ഇൻറ്റു റോ ബി ഡെൽറ്റ ഡബിൾ സ്റ്റാർ യു ക്യൂബ് എന്ന് പറഞ്ഞ ഇക്വേഷനിൽ നിന്ന് എനർജി ലോസ് കാണാം. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ ഒന്ന് നോട്ട് ചെയ്തത് നമ്മളിവിടെ കണ്ടുപിടിച്ചാണ് ലോസ് ഓഫ് കാണാനുള്ളത്. അപ്പോൾ ഇത്രയുമാണ് ഈ മൊഡ്യൂളിലെ ഫസ്റ്റ് പാർട്ടായ ബൗണ്ടറി ലെയർ സെക്ഷനിലെ ഒരു സെക്ഷനാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻ തന്നെയാണ്. ഗ്രോത്ത് ഓഫ് ബൗണ്ടറി ലെയർ ഓവർ എ ഫ്ലാറ്റ് പ്ലേറ്റ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ബൗണ്ടറി ലെയർ തിക്നെസ് എന്താണെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് തിക്നെസ് ഇമ്പോർട്ടൻ്റ് ആണ്. മൊമെൻറ്റം തിക്നെസ് ഇമ്പോർട്ടൻ്റ് ആണ്. എനർജി തിക്നെസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാം തിയറി പാർട്ടും ചോദിക്കാറുണ്ട്, ഇതിൻ്റെ ഡെറിവേഷനും ചോദിക്കാറുണ്ട്, ഇത് ബേസ് ചെയ്ത പ്രോബ്ലം ചോദിക്കാറുണ്ട്. ഞാൻ ഇവിടെ ഈ ഡെറിവേഷൻ കാണിച്ചതിലേക്ക് ഇങ്ങനെ കുറേ ഈ തിയറി പാർട്ടൊക്കെ ഉണ്ട്. നിങ്ങൾ നോട്ടിൽ എഴുതിയെടുക്കുമ്പോൾ ഈ തിയറി പാർട്ടൊന്നും തന്നെ വേണ്ട. തിയറി പാർട്ടൊന്നും വേണ്ട, ഇക്വേഷൻ മാത്രം എഴുതിയാൽ മതി. ഇവിടെ മനസ്സിലാക്കിയിട്ട് എന്താണ് അതുമാത്രം നോട്ട് ചെയ്തെടുക്കുക. ഓക്കെ, ഇല്ലാണ്ട് തിയറി എഴുതി നിറയ്ക്കണമെന്നില്ല. ഡെറിവേഷനാണ്, ഇക്വേഷനാണ് വേണ്ടത്. ഇക്വേഷൻ നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, വെരി ഇമ്പോർട്ടൻ്റ് ആണ്, സ്കിപ്പ് ചെയ്യരുത്. ലാസ്റ്റ് മൊഡ്യൂളുമാണ്. ഓക്കെ, ഇനി ഇത് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം.